മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സ്ഥാനാർത്ഥിയാകും. ലീഗിനുള്ളിലെ കടുത്ത എതിർപ്പ് നിലനിൽക്കെയാണ് പ്രഖ്യാപനം. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഹാരിസ് ബീരാൻ തന്നെയാണ്. ലീഗിനെ പ്രത്യേകിച്ച് സുപ്രീം കോടതി കേസുകളിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക തരത്തിൽ എത്തിച്ച ഒരു അഭിഭാഷകൻ കൂടിയാണ് ഹാരിസ് ബീരാൻ. പ്രഗത്ഭനായ അഭിഭാഷകനാണ്. മാത്രമല്ല, ദില്ലിയിലുള്ള ഇനിയുള്ള നീക്കങ്ങളിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിയുന്നൊരു അഭിഭാഷകൻ കൂടിയാണ്. പക്ഷേ ലീഗിനുള്ളിൽ അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയെ മറികടന്നുകൊണ്ടായിരിക്കുമല്ലോ ഇന്നത്തെ പ്രഖ്യാപനം ഉണ്ടാവുക. ആ പ്രഖ്യാപനത്തോടു കൂടി എല്ലാ അതൃപ്തിയും അലിഞ്ഞു പോകുമെന്ന് കരുതാമല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും ആ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും തീരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പേര് വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരങ്ങാടി സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇത്തവണ വരുന്ന ഈ രാജ്യസഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചിരുന്നു. വിശേഷിച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു സാഹചര്യത്തിൽ ആ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള ഒരു മറുപടി എന്നോണം സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നൊരു ആവശ്യം ഒരു ഭാഗത്ത്, മറുഭാഗത്തെ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായി ഫൈസൽ ബാബുവിനെയോ PK ഫിറോസിനെ അയക്കണമെന്നൊരു ആവശ്യവുമായി ഒരു വിഭാഗവും ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിലാണ് ഹാരിസ് ബീരാൻ എന്നൊരു പേരിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഒട്ടുമിക്ക കേസുകളും സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്യുന്ന അഭിഭാഷകനാണ്. കാലങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലീഗിന്റെ പ്രവർത്തകനാണ്. KMCC ഡൽഹി പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മുൻ മന്ത്രിയായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അദ്ദേഹത്തെ ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നൊരു ആവശ്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ആ ഒരു താല്പര്യം എന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് അദ്ദേഹത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ദുബായിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേരും. തുടർന്ന് തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുക. ഒരു ഭാഗത്ത് നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളുടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും നേതാക്കളുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരമൊരു പേരിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഇക്കാര്യത്തിൽ ഒരു താല്പര്യമുള്ള പശ്ചാത്തലത്തിൽ എതിർപ്പുകളൊക്കെ തന്നെ മറികടന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ ഒരു രാജ്യസഭാ സീറ്റിനെ ഏണിയാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്താൻ PK കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചിരുന്നു എന്ന രീതിയിലുള്ള പ്രചാരങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശക്തമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്താവുകയും NDA അധികാരത്തിലെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. PMA സലാമിനെയും ഫൈസൽ ബാബുവിനെയും PK ഫിറോസിന്റെയും പേര് തള്ളിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്ന സുപ്രീം കോടതി അഭിഭാഷകനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി തിരുവനന്തപുരത്താണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലായിരിക്കും ഈ ഒരു തീരുമാനമെടുക്കുക. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ പതിവ് രീതി എന്നോണം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് പ്രഖ്യാപിക്കും. അതോടുകൂടി ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് ലീഗ് കേന്ദ്രങ്ങളും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേരളത്തിൽ ഒഴിവ് വരുന്ന 3 വേക്കൻസികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി അഭിഭാഷകൻ ലീഗ് പ്രവർത്തകനും കൂടിയായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് എത്തുക.